നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്നേ ഡിഗ്രി പ്രിലിംസ് 2021 അപ്ഡേറ്റഡ് വിവരങ്ങൾ അടക്കമുള്ള കണക്കഡ് ഫാക്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 വരെയുള്ള ചോദ്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ചോദ്യങ്ങൾ ഇന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്നൊന്ന് സ്നേഹം കാണിച്ചിട്ട് പോവുക. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. തുടങ്ങാം. 9ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായുള്ളത്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് 1, 2, 3 ആണ്. 1, 2, 3. ഇവിടെ 4ാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് ആദ്യം പറയാം. ഈ പ്രൈഡ്സ് പെർജില്ലേ, ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇംഗ്ലണ്ടിൽ നടന്ന സംഭവമാണ്. ഇത് 2ാം ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിന്റെ ഭാഗമായിട്ടേ 1648 ഡിസംബർ മാസം 6 ഇംഗ്ലണ്ടിൽ നടന്ന സംഭവമാണ് പ്രൈഡ്സ് പെർജ്. അപ്പൊ പ്രൈഡ്സ് പെർജ് നടന്നത് ഇംഗ്ലണ്ടിലാണ്. 1648 ഡിസംബർ 6 2ാം ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലണ്ടിൽ ഈ ഒരു സംഭവം നടന്നത്. പിന്നെ ആദ്യത്തെ ഓപ്ഷൻ ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കറക്റ്റാ. ടെയ്ലി, തിദെ, ഗബല്ലെ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. കറക്റ്റാണ്. SCRT ഫാക്ട് കൂടെ അല്ലേ. ഈ തിദെ എന്ന് പറയുന്ന നികുതി 1ാം എസ്റ്റേറ്റുകാർ, സാധാരണക്കാർ, കോമൺസിൽ നിന്നും പിരിച്ച നികുതിയാണ് തിദെ. 1ാം എസ്റ്റേറ്റിലെ ആൾക്കാർ പുരോഹിതന്മാർ, 2ാമത്തെ എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാർ. അതായത് ഫ്രഞ്ച് സമൂഹത്തെ എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അതിൽ 1ാമത്തെ എസ്റ്റേറ്റ് ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നേ. 2ാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാരായിരുന്നു. 3ാമത്തെ എസ്റ്റേറ്റ് മധ്യവർഗവ. അതില് ഉദ്യോഗസ്ഥരുണ്ട്, അധ്യാപകരുണ്ട്, ബാങ്കർമാരുണ്ട്, കച്ചവടക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്. ഇവരടങ്ങുന്ന മധ്യവർഗമാണ് 3ാമത്തെ എസ്റ്റേറ്റ്. അപ്പൊ കർഷകരിൽ നിന്ന് തിദേ എന്ന നികുതി പിരിച്ചിരുന്നത് 1ാമത്തെ എസ്റ്റേറ്റ് ആണ്, പുരോഹിതന്മാരാണ്. ഇനി തൈലെ എന്ന നികുതി, അതാണ് ടെയ്ലി എന്ന് കൊടുത്തേക്കുന്നത്. തൈലെ എന്ന നികുതി ഭൂനികുതി, ഈ ഒരു ഭൂനികുതിയാണ്. തൈലെ എന്ന ഭൂനികുതി സർക്കാരിന് നൽകിയതും 3ാമത്തെ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3ാമത്തെ എസ്റ്റേറ്റുകാരാണ് നികുതികളെല്ലാം കൊടുത്തിരുന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു ആശയം ഉണ്ടല്ലോ, രാജ്യമെന്നാൽ ഒരു പ്രദേശമല്ല, അവിടുത്തെ ജനങ്ങളാണ്. രാജ്യമെന്നാൽ ഒരു പ്രദേശമല്ല, അവിടുത്തെ ജനങ്ങളാണ് എന്ന ആശയം മുന്നോട്ട് വെച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. പിന്നെ ഈ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ദ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ എന്ന പത്രം പുറത്തിറക്കിയതാരാ? ജീൻ പോൾ മറാട്ട് ആണ് ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ദ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ എന്ന പത്രം പുറത്തിറക്കിയത് ജീൻ പോൾ മറാട്ട് ആണ്. അപ്പൊ ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവ കാലത്തെ വിമതരുടെ ജേണൽ ആയിരുന്നു. ശരിയാ. ദി ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് വിമതരുടെ ജേണൽ ആയിരുന്നു ഫ്രഞ്ച് വിപ്ലവ കാലത്തെ. പിന്നെ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ദ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ എന്ന പത്രം പുറത്തിറക്കിയത് ജീൻ പോൾ മറാട്ട് ആണ്. ഇനി ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞ ഓസ്ട്രിയൻ ഭരണാധികാരി ആര്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞ ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് മെറ്റർണിക് ആണ്. ഇപ്പൊ ഈ 3 എസ്റ്റേറ്റുകളായിട്ട് തിരിച്ചിരുന്നെന്ന് പറഞ്ഞില്ലേ. കോമൺസ് എന്നറിയപ്പെട്ട എസ്റ്റേറ്റ് ഏതായിരുന്നു? കോമൺസ് സാധാരണക്കാർ 3ാമത്തെ എസ്റ്റേറ്റ് ആണ്. ഇനി പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏത്? ഫ്രഞ്ച് വിപ്ലവമാണ്. പ്രഭുക്കന്മാർ പൊരുതും, പുരോഹിതന്മാർ പ്രാർത്ഥിക്കും, ജനങ്ങൾ നികുതി അടയ്ക്കും എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏത്? ഫ്രഞ്ച് വിപ്ലവം. ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ പേരെന്തുവാ? പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത് എന്ന്? 1793 ജൂലൈ മാസം 1 പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്. ഈ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച വ്യക്തി ആരാണ്? റോബിസ്പിയർ ആണ് പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചത്.
ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് പൊതുസുരക്ഷാ കമ്മിറ്റി. പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട തീയതി ജൂലൈ 1, 1793. പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ച വ്യക്തി ആരാ? റോബിസ്പിയർ ആണ്. പിന്നെ പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ മിറാബോ, ഡാൻഡൻ എന്നിവരാണ്. മിറാബോ, ഡാൻഡൻ. ഈ ഗില്ലറ്റിൻ എന്ന ആയുധം ഉപയോഗിച്ചിട്ടാണ് മിറാബോയും ഡാൻഡനും ശത്രുക്കളെന്ന് തോന്നിയവരെ വധിച്ചിരുന്നത്. ഗില്ലറ്റിൻ എന്ന ആയുധം. ഈ ഗില്ലറ്റിൻ എന്ന ആയുധം ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും ഭാര്യയും ആരാ? ലൂയി 16 അദ്ദേഹത്തിന്റെ ഭാര്യയായ മേരി അന്റോയിനെറ്റും ആണ്. ലൂയി 16 ഭാര്യ മേരി അന്റോയിനെറ്റും ആണ് ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട ഫ്രഞ്ച് ചക്രവർത്തിയും ഭാര്യയും. കൂടാതെ വാളെടുത്തവൻ വാളാൽ എന്ന ഗതി തന്നെയാണ് ആർക്ക് വന്നത്? റോബിസ്പിയറിന് വന്നത്. ഗില്ലറ്റിന് ഇരയായി വധിക്കപ്പെട്ട പൊതുസുരക്ഷാ കമ്മിറ്റി നേതാവും റോബിസ്പിയർ ആണ്. റോബിസ്പിയർ. അപ്പൊ ഈ 1793 ജൂലൈയിലല്ലേ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് പറയുന്നത്. ഈ 1793 ജൂലൈ മുതൽ 1794 ജൂലൈ വരെയുള്ള ആ ഒരു വർഷമില്ലേ, ഈ ഒരു വർഷം ഫ്രാൻസിൽ നീണ്ടുനിന്ന ഭരണമാണ് ഭീകരവാഴ്ച, റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെട്ടത്. റെയിൻ ഓഫ് ടെറർ. ഇപ്പൊ ശത്രുക്കളെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചിരുന്ന ഈ ഒരു കാലഘട്ടം, ഫ്രാൻസിൽ നീണ്ടുനിന്ന ഈ ഒരു ഭരണം ഭീകരവാഴ്ച എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇപ്പൊ രാജ്യമെന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ചതും ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞ ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് മെറ്റേർണി. അടുത്ത ചോദ്യം, ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ആദ്യത്തെ പ്രസ്താവന, ഈ ബില്ലിന്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിന്റെ സബ്സിഡിയാണ്. ശരിയാണ്. ഈ ബില്ല് ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. ശരിയാണ്. AAY അന്ത്യോദയ അന്ന യോജന ഈ ബില്ലിന്റെ വിപുലീകരണമാണ്. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒന്നിച്ചു നടത്തുന്നു. എല്ലാം ശരിയാ. ഭക്ഷ്യസുരക്ഷാ ബില്ലിനെ പറ്റിയല്ലേ പറഞ്ഞേക്കുന്നേ. ഭക്ഷ്യസുരക്ഷാ ബില്ല്, ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന തീയതി 2013 സെപ്റ്റംബർ 13. 2013 ആ ഡേറ്റ് തന്നെ എടുക്കാം. 13 സെപ്റ്റംബർ 13. ഇനി ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കുന്നതിനായി ഓരോ സംസ്ഥാന ഗവൺമെന്റും സ്ഥാപിക്കേണ്ട കമ്മീഷനാണ് സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ. സ്റ്റേറ്റ് ഫുഡ് കമ്മീഷനെ ഓരോ സംസ്ഥാന ഗവൺമെന്റും സ്ഥാപിക്കേണ്ടതുണ്ട്. പിന്നെ ഈ കമ്മീഷനെയും അതുപോലെ അതിലെ അംഗങ്ങളെയും നിയമിക്കാനും പിരിച്ചുവിടാനുമുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റിന് തന്നെയാണ്. ഇപ്പൊ സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ സംസ്ഥാന ഗവൺമെന്റിനുമാണ്. ഈ കമ്മീഷനിലെ കമ്മീഷനെയും അതിലെ അംഗങ്ങളെയും നിയമിക്കുന്നതും പിരിച്ചുവിടാനുമുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. ഇനി ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഓരോ അർഹമായ കുടുംബത്തിനും ലഭിക്കുന്ന അരി എത്രയാ? 3 രൂപ പെർ കിലോഗ്രാം. 1 കിലോഗ്രാം അരിക്ക് 3 രൂപ എന്ന കണക്കിന്. ഗോതമ്പാണെങ്കിൽ 2 രൂപ പെർ കിലോഗ്രാം. ധാന്യങ്ങളാണെങ്കിൽ 1 രൂപ പെർ കിലോഗ്രാം എന്ന കണക്കിനാണ് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഓരോ അർഹമായ കുടുംബങ്ങൾക്കും ലഭിക്കുന്ന ഭക്ഷ്യധാന്യം. ഇനി കുടുംബത്തിലെ 18 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീ ആയിരിക്കും ഗൃഹനാഥ അല്ലെങ്കിൽ തല മുതിർന്ന ആളായിട്ട് പരിഗണിക്കപ്പെടുക. ഇപ്പൊ ഗൃഹനാഥയുടെ പേരിലാണല്ലോ. 18 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീ ആയിരിക്കും ഒരു കുടുംബത്തിലെ ഗൃഹനാഥ. ഇനി രാജ്യത്തെ ദരിദ്രരായവർക്ക് വേണ്ടി അന്ത്യോദയ അന്ന യോജന പദ്ധതി ആരംഭിച്ചത് 2000-ലാണ്. അന്ത്യോദയ അന്ന യോജന പദ്ധതി 2000-ലാണ് ആരംഭിച്ചത്. ഈ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന തലത്തിലുള്ള ഭക്ഷ്യധാന്യ വിതരണം തീരുമാനിക്കാനുള്ള അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്, സംസ്ഥാന സർക്കാരിനല്ല. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന തലത്തിലുള്ള ഭക്ഷ്യധാന്യ വിതരണം തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാ? കേന്ദ്ര സർക്കാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. പ്രസ്താവന എ, ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ്. പ്രസ്താവന ബി, ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്രപ്രതലത്തിലൂടെ ചരിക്കുന്നു. താഴെ കൊടുക്കുന്നവയിൽ ശരി കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്.
പ്രസ്താവന ബി പ്രസ്താവന എയെ വിശദീകരിക്കുന്നു. രണ്ടും ശരിയാണ്. പ്രസ്താവന ബി പ്രസ്താവന എയെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് കറക്റ്റ്. ഈ പശ്ചിമവാദങ്ങൾ സ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ്. വെസ്റ്റേർലീസ്, പശ്ചിമവാദം എന്നാൽ വെസ്റ്റേർലീസ് ആണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുമ്പം മധ്യരേഖ, നമ്മുടെ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയില്ലേ, അതിന് മുകളിലുള്ള മേഖലകളാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദം, ഇവിടെ ലോ പ്രഷർ ആണ്, കാരണം ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് ലോ പ്രഷർ ആണ്. ഇവിടെ ഹൈ പ്രഷർ ആണ്, ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. ഇത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. അപ്പൊ ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രുവീയ, തൊട്ട് മുകളിലുള്ളതാണ് ഉപദ്രുവീയം, ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന, ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പശ്ചിമവാദങ്ങൾ എന്നാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന, നിരന്തരം വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാദങ്ങൾ. ഈ പശ്ചിമവാദങ്ങളുടെ ദിശ പടിഞ്ഞാറ് ദിശയാണ്, പടിഞ്ഞാറ് ദിശയാണ്. ഈ ദക്ഷിണാർദ്ധ ഗോളത്തില്, അതായത് സദേൺ ഹെമിസ്ഫിയറിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി നോർത്തേൺ ഹെമിസ്ഫിയറിനേക്കാളും കൂടുതലാണ്, സദേൺ ഹെമിസ്ഫിയറിൽ കൂടുതലാണ്. അതിന്റെ കാരണം എന്താ? ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് കൂടുതൽ സമുദ്രങ്ങൾ ഉള്ളത്. ദക്ഷിണാർദ്ധ ഗോളത്തിലെ ഏറിയ പങ്കും സമുദ്രമായതിനാൽ കാറ്റിന്റെ വേഗം കൂടുതലായിരിക്കും. പിന്നെ 3 തരത്തിലുള്ള പശ്ചിമവാദങ്ങളിലെ റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s. റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്ന 3 തരത്തിലുള്ള പശ്ചിമവാദങ്ങളാണുള്ളത്. ദക്ഷിണാർദ്ധ ഗോളത്തിൽ പശ്ചിമവാദങ്ങൾ അറിയപ്പെടുന്ന വിവിധ പേരുകൾ: അലറുന്ന 40, അതാണ് റോറിംഗ് 40s. ഫ്യൂരിയസ് 50s, ഭയാനകമായ 50-കൾ. പിന്നെ ഷ്രീക്കിംഗ് 60s, നിലവിളിക്കുന്ന 60-കൾ. അലറുക, ഭയാനകം, നിലവിളിക്കുക. ഈ ദക്ഷിണാർദ്ധ ഗോളത്തിൽ സമുദ്രഭാഗം കൂടുതലായതിനാൽ പശ്ചിമവാദങ്ങൾ കൂടുതൽ വേഗത്തിലും ശക്തിയിലും വീശുന്നുണ്ട്. അതാണ് ആദ്യത്തെ പോയിന്റ്. ആദ്യത്തെ പ്രസ്താവനയ്ക്ക് ഉള്ള റീസൺ എന്ന് പറയുന്നത് സമുദ്ര ഉപരിതലത്തിൽ, സമുദ്ര പ്രതലത്തിലൂടെ ചരിക്കുന്നു, അതായത് സമുദ്രത്തിന്റെ ഭാഗം ദക്ഷിണാർദ്ധ ഗോളത്തിൽ കൂടുതലാണ്. ആ 2 പ്രസ്താവനയും ശരിയാണ്. ബി തന്നെയാണ് എ വിശദീകരിക്കുന്നത്. ഇനി റോറിംഗ് 40 എന്ന് വെച്ചാൽ എന്താ? ദക്ഷിണാർദ്ധ ഗോളം സദേൺ ഹെമിസ്ഫിയറിൽ 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വിശാലമായ സമുദ്രത്തിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദമാണ് റോറിംഗ് 40s. ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ദക്ഷിണാർദ്ധ ഗോളത്തിലെ 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വിശാലമായ സമുദ്രത്തിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളാണ് റോറിംഗ് 40s. ഇനി ഫ്യൂരിയസ് 50s എന്നാൽ അതും ദക്ഷിണാർദ്ധ ഗോളത്തിൽ തന്നെയാണ്. ദക്ഷിണാർദ്ധ ഗോളത്തിലെ 50 ഡിഗ്രി അക്ഷാംശങ്ങളിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളാണ് ഫ്യൂരിയസ് 50s, ഭയാനകമായ 50-കൾ എന്നറിയപ്പെടുന്നത്. ഇനി ഷ്രീക്കിംഗ് 60s എന്നാൽ ദക്ഷിണാർദ്ധ ഗോളത്തിൽ 60 ഡിഗ്രി അക്ഷാംശങ്ങളിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന കാറ്റാണ് ഷ്രീക്കിംഗ് 60s, അലറുന്ന 60-കൾ. പാറ്റ്ലാൻഡ്സ് എന്തിന്റെ സ്വഭാവ സവിശേഷതയാണ്? പാറ്റ്ലാൻഡ്സ് എന്നത് ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യയുടെ സവിശേഷതയാണ് പാറ്റ്ലാൻഡ്സ്. ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട മലകൾ ഏതൊക്കെയാ? രാജ്മഹൽ കുന്നുകൾ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങളോടൊരു ചോദ്യം, രാജ്മഹൽ കുന്നുകളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്ര കലാപം ഏത്? ഈ കലാപം നടന്ന കാലഘട്ടം എന്ത്? ഇതൊന്ന് താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യമാണ്. ചോദ്യം ക്ലിയർ ആണല്ലോ? രാജ്മഹൽ കുന്നുകളിൽ നടന്ന ഗോത്ര കലാപം, ഈ കലാപം നടന്ന കാലഘട്ടം ഏതാണ്? ഇപ്പൊ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ പ്രധാന മലകളാണ് രാജ്മഹൽ കുന്നുകൾ, പരേഷ്നാഥ് കുന്നുകൾ, ടാഗോർ, നേതാർഹട്ട്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ടാഗോർ കുന്നുകൾ, പിന്നെ രാജ്മഹൽ, പരേഷ്നാഥ്, നേതാർഹട്ട്. ഈ ഛോട്ടാ നാഗ്പൂരിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നേതാർഘട്ട്. ഇനി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നഗരം ജംഷഡ്പൂരാണ് ഏറ്റവും വലിയ നഗരം. ഈ പാറ്റ്ലാൻഡ്സ് എന്ന് വെച്ചാൽ
ചെറിയ ഫ്ലാറ്റ് ടോപ്ഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ മുകൾ ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ്യൂസിനെയും ഹിൽസിനെയാണ് പാറ്റ് എന്ന് പറയുന്നത്. പാറ്റ് ലാൻഡ്സ്. ഇത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഒരു സവിശേഷതയാണ് പാറ്റ് ലാൻഡ്. ഇനി അടുത്ത ചോദ്യം, ഈസോഹാലൈൻസ്. ഇസോഹാലൈൻസ് അല്ല, ഈസോഹാലൈൻസ് ആണ്. ഇവിടെ ഒരു സെപ്പറേഷൻ തന്നേ ഉള്ളൂ. ഈസോഹാലൈൻസ് എന്നാൽ ഒരേപോലെയുള്ള എന്തിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ലവണാംശമാണ്. ഹാലൈൻ ലവണം, ലവണത്തെ സൂചിപ്പിക്കുന്നു. ലവണം. ഇപ്പൊ ഈസോഹെയിൽസ് എന്ന് വെച്ചാൽ എന്താ? ഈസോഹെയിൽ ഒരേ തീവ്രതയിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വരകളെയാണ് ഈസോഹെയിൽസ്. സൂര്യരശ്മി. ഈസോഹെയിൽ ഒരേ തീവ്രതയിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വരകളാണ് ഈസോഹെയിൽസ്. ഇനി ഒരേ അളവിൽ മഴ പെയ്യുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന വരകളോ? ഈസോഹെയ്റ്റ്സ്. ISO. ഈസോഹെയ്റ്റ്. HYETS. ഈസോഹെയ്റ്റ്സ്. ഇനി ഒരേ സമയത്ത് ഇടിമുഴക്കം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളോ? ഈസോബ്രോണ്ട്. ഈസോബ്രോണ്ട്. ഇനി ഒരേ തരം മേഘാവരണമുള്ള പ്രദേശങ്ങളെ, മേഘാവരണം, ഒരേ തരം മേഘാവരണമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വരകളാണ് ഐസോനെഫ്സ്. ഐസോനെഫ്സ്. ഐസോനെഫ്സ് എന്ന് പറയും. ഐസോനെഫ്സ്. ഭൂകമ്പ തരംഗങ്ങളിലെ, അതായത് ഒരേ അളവിലുള്ള സീസ്മിക് ആക്ടിവിറ്റിയെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോസീസ്മൈൽസ്. ഈസോ ഇങ്ങനെ ISO എന്ന് വായിക്കുന്നുണ്ടെങ്കിൽ അവർ മലയാളത്തിൽ ഈസോ എന്ന് തന്നേക്കുന്നത്. ഐസോ ആണ് ശരിക്കും. ഐസോസീസ്മെൽസ് ആണ്. ഐസോസീസ്മെൽസ് ആണ് ഒരേ അളവിലുള്ള സീസ്മിക് ആക്ടിവിറ്റിയെ, ഭൂകമ്പ തരംഗം സീസ്മിക് ആക്ടിവിറ്റിയെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഐസോസീസ്മെൽസ്. ഇതൊക്കെ ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ്. ഒറിജിനലി ഉള്ള ലൈൻസ് അല്ല. നമ്മൾ സങ്കല്പിച്ച് ഒരേ അളവിൽ മഴ ലഭിക്കുന്ന ഈ പ്രദേശങ്ങൾ, അപ്പൊ അതിനെ സങ്കല്പിച്ച് വരയ്ക്കുന്നതാണ്. സാങ്കല്പിക രേഖകളാണ്, ഇമാജിനറി ലൈൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മാക്സിമം ഫാക്ട്സ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഫാക്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യാം. കാരണം നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഞാൻ പറയാത്ത എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാമല്ലോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഇനി പരീക്ഷ വരാൻ പോവല്ലേ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.